പത്തനംതിട്ട കുമ്പഴ റാന്നി റൂട്ടിൽ ലോറിയും കാറും തമ്മിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രന്റെ മകനാണ് അപകടത്തിൽ മരിച്ചത്. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കാർ വെട്ടിപ്പൊളിച്ചാണ് കാറിൽ കുടുങ്ങിയ ആളിനെ പുറത്തെടുത്തത്. വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് കുമ്പഴ റാന്നി കുമ്പഴ റൂട്ടിൽ ഈ അപകടം ഉണ്ടായിരിക്കും. കുമ്പഴ വടക്ക് എന്ന് പറയും, അല്ലെങ്കിൽ മൈലപ്പുറ എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. വാഹനം തിരുവനന്തപുരം ഭാഗത്തേക്ക്, അതായത് കോന്നി ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് അപകടം ഉണ്ടായിരിക്കുന്നത്. കാറും ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങൾ, അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ ആദർശാണ് ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്ന കാറിൽ യാത്ര ചെയ്തിരുന്ന CPIM സംസ്ഥാന കമ്മിറ്റിയും കൊല്ലത്തു നിന്നുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന എസ് രാജേന്ദ്രന്റെ മകൻ ആദർശാണ്. ഈ CCTV ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ലോറിയായിട്ട് കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടത്തിലാണ് ആദർശന് ഈ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ലോറി ഇതേ വശത്തിലേക്ക് വന്ന വാഹനം ഇടിക്കുന്നതായിട്ടാണ് ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത്. എന്താണ് അപകട കാരണമെന്നോ ഒന്നും തന്നെ വ്യക്തമല്ല. എന്ത് പറ്റി എന്നുള്ള കാര്യത്തിൽ അതിനെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ അന്വേഷണത്തിൽ മാത്രമേ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും അന്വേഷണത്തിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മൃതദേഹം ജനറൽ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അടിയന്തരമായി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നാളെയായിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുക. ഇപ്പോൾ അവിടെ CPIMന്റെ സെക്രട്ടറി സഞ്ജു അടക്കമുള്ള ആളുകൾ ആ സ്ഥലത്തുണ്ട്. ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശങ്ങളും അവരുൾപ്പെടെ ചേരുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ നടപടിയിലേക്ക് കടക്കാൻ പറ്റുണ്ട്. എന്തായാലും അത് കാരണമായ ഒരു അപകടമായിരുന്നു. ഫയർഫോഴ്സിന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അഗ്നി ശമന സേന ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കാർ മുകളിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുത്തിരിക്കുമായിരുന്നു. ആദർശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ ആദ്യം ആരാണ് അപകടത്തിൽപ്പെട്ടതെന്ന ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് ഈ കാറിൽ ലഭിച്ച രേഖകൾ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ആദർശമാണെന്നുള്ള ഒരു വ്യക്തത വരുത്തിയത്. ഇതിലും ഒരു മണിക്കൂർ മുമ്പ്, അതായത് ഇപ്പോൾ 11 മണിയാകുന്ന ഒരു 9:30 സമയമാകാം, ആ സമയത്താണ് അപകടം ഉണ്ടാകുന്നത്. ഈ കൊല്ലത്തു നിന്നുള്ള CPIM സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രന്റെ മകൻ ആദർശാണ് അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. ശരി സുജു, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപകടത്തിന്റെ ഒരു വ്യാപ്തി എന്നുള്ളത്. വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.